ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SSCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് കാന്തികത. ഇത് നമ്മുടെ LPUP സിലബസിലാണെങ്കിലും കാന്തികത എന്ന ടോപ്പിക് എടുത്തു കൊടുത്തിട്ടുണ്ട്. LDC സിലബസിലാണെങ്കിലും കാന്തികത എന്ന ടോപ്പിക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ തന്നെയാണ് കാന്തികത എന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കിയറിയാം, ഇവിടെ ട്രെയിനിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ട്രെയിനിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിനിൻ്റെ പേരും ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് മാക്ലൈവ് ട്രെയിൻ. മാക്ലൈവ് ട്രെയിൻ എന്നാണ് ട്രെയിനിൻ്റെ പേര്. എന്താണ് മാക്ലൈവ് ട്രെയിനിൻ്റെ പ്രത്യേകത? നമ്മുടെ ഇന്ത്യയിലൊന്നും ആയിട്ടില്ല. എന്താണ്? അതായത് ആ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചക്രങ്ങളില്ലാതെ തന്നെ പാളത്തിന് മുകളിലൂടെ പാഞ്ഞു പോകുന്ന ട്രെയിനുകൾക്ക് പറഞ്ഞ പേരാണിത് മാക്ലൈവ് ട്രെയിൻ. അപ്പോൾ മാക്ലൈവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രങ്ങളില്ലാതെ പാളത്തിന് മുകളിലൂടെ അല്ലേ പാഞ്ഞു പോകുന്ന ട്രെയിനുകൾക്ക് പറഞ്ഞ പേരാണിത് മാക്ലൈവ് ട്രെയിൻ. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കാന്തികത എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തന തത്വമായിരിക്കും ആ ട്രെയിനുള്ളത്. അതുകൊണ്ടാണ് പിക്ചർ കൊടുത്തത് അല്ലേ. അപ്പം ഇനി നമുക്ക് നോക്കാം എന്താണ് മാക്ലൈവ് ട്രെയിനുകളുടെ പ്രവർത്തന തത്വം നോക്കിയാലോ. അതായത് ട്രെയിനിൻ്റെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിൽ ക്രമീകരണങ്ങൾ മൂലമുണ്ടാകുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രവർത്തനമാണ് മാക്ലൈവ് ട്രെയിനുകൾക്ക് ചക്രങ്ങളില്ലാതെ മുകളിലൂടെ പാഞ്ഞു പോകാൻ സഹായിക്കുന്നത്. നോക്കാം എന്താണ് മാക്ലൈവ് ട്രെയിനുകളുടെ ഒരു ഫുള്ളായിട്ട് പേര് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ അല്ലേ. പേര് തന്നെയുണ്ട്, മാഗ്നറ്റിക് ഉണ്ട് അല്ലേ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ ട്രെയിനിൻ്റെ അടിവശത്ത് വൈദ്യുത കാന്തങ്ങളുണ്ട്. ഈ കാന്തങ്ങളുടെ കാന്തിക പ്രഭാവം അതേപോലെ പാളങ്ങളുടെ ക്രമീകരണം മൂലവും കാന്തിക പ്രഭാവം പാളങ്ങളിലും ഉണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ട്രെയിനുകൾ ചക്രങ്ങളില്ലാതെ പാളത്തിന് മുകളിൽ മുമ്പോട്ട് ചലിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട്. ഒരേപോലെ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? വികർഷിച്ച് നിൽക്കും അല്ലേ. ഡിഫറൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ നോർത്ത് സൗത്ത് ഉണ്ടല്ലോ. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കും. അപ്പം ഈ ഒരു പ്രവർത്തന തത്വമാണ് ഏതിൽ ഉപയോഗിച്ചേക്കുന്നത്? മാക്ലൈവ് ട്രെയിൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകളിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ പ്രവർത്തന തത്വം മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലോഡ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം. അതായത് ലോഡ് സ്റ്റോൺ എന്താ? ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതായത് 800 BC തന്നെ മഗ്നീഷ്യ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ഒരു ധാതുവിന് അത്ഭുതകരമായ സ്വഭാവമുള്ളതായി മനസ്സിലാക്കി. ഇരുമ്പ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ അവയ്ക്ക് കഴിഞ്ഞിരുന്നു. ഈ സ്വഭാവം പരിഗണിച്ച് ഈ ധാതുവിന് മാഗ്നറ്റൈറ്റ് എന്ന് നാമകരണം ചെയ്തു. ഇവയുടെ കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കി. ഈ ഗുണവിശേഷം പ്രകടിപ്പിക്കുന്നതിൽ ഇവ ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ കാന്തങ്ങളാണെന്ത്? സ്വാഭാവിക കാന്തങ്ങൾ എന്ന് പറയുക. അപ്പം സ്വാഭാവിക കാന്തങ്ങൾക്ക് ഉദാഹരണം ഇതാണ് ലോഡ് സ്റ്റോൺ എന്നാണ് PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ആദ്യമായിട്ട് അല്ലേ സ്വാഭാവിക കാന്തങ്ങൾ കണ്ടെത്തിയത് 800 BC അല്ലേ. ഏത് സ്ഥലത്തു നിന്നാണ്? മഗ്നീഷ്യ എന്ന സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയത് അല്ലേ. അതായത് ഇതിന് കൊടുത്ത പേരെന്താണ്? മാഗ്നറ്റൈറ്റ് എന്നാണ് പേര് കൊടുത്തത്. ഇതിൻ്റെ പ്രത്യേകത എന്തുവാ? സ്വതന്ത്രമായി കഷ്ണങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ അവ ഒരു പ്രത്യേക ദിശ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ലേ. ഇതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലീഡിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്നറിയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ ലഭിക്കുന്ന കാന്തങ്ങൾക്ക് പറഞ്ഞ പേരാണെന്ത്? സ്വാഭാവിക കാന്തങ്ങൾ. അപ്പോൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കാന്തങ്ങൾക്ക് പറഞ്ഞ പേരാണ് സ്വാഭാവിക കാന്തങ്ങൾ. അപ്പോൾ ഈ ടോപ്പിക്ക് മനസ്സിലായല്ലോ. അടുത്ത് നോക്കി, കാന്തങ്ങൾ സ്വാഭാവിക കാന്തങ്ങൾ മാത്രമല്ല ഉള്ളത്, സ്വാഭാവിക കാന്തങ്ങളുണ്ട്, നമ്മൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന കാന്തങ്ങളുണ്ട്. അപ്പം ആ കാര്യം ഒന്ന് നമുക്കിനി പഠിക്കാം. ഇനി ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. 1, 2, 3, ഒരു 5 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കാന്തത്തിൻ്റെ ആകൃതിയൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക? നമ്മളതിന് പേര് കൊടുത്തിട്ടുണ്ട്. കാന്തത്തിൻ്റെ ആകൃതി അനുസരിച്ച് നമ്മളതിന് പലതരം പേര് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇവിടെ എന്താണ്? ഒരു ബാറിൻ്റെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ത്? ബാർ കാന്തം. അപ്പോൾ ഇതിൻ്റെ പേരാണെന്ത്? ബാർ കാന്തം എന്ന് പറയും അല്ലേ. രണ്ടാമത്തെ എന്താണ്? ഇവിടെ ഒരു ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. എന്താണ്? കാന്ത സൂചി എന്ന് പറയും. ഇതെന്താണ്? അതിൻ്റെ ഷേപ്പിനനുസരിച്ച പേരെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? U ഷേപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണെന്ത്? U കാന്തം എന്ന് പറയും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണെന്ത്? U കാന്തം. ഓക്കെ, അടുത്ത് നോക്കൂ. ഇതൊരു റിങ്ങിൻ്റെ ഷേപ്പ് അല്ലേ. അപ്പോൾ അതിന് റിങ് കാന്തം എന്ന് പറയും. റിങ് കാന്തം, റിങ് അല്ലേ. റിങ് കാന്തം എന്ന് പറയും. ഇവിടെ എന്താണ്? ഒരു ഡിസ്കിൻ്റെ ഷേപ്പാണല്ലോ. അപ്പോൾ അത് ഇതിനെന്ത് പറയും? നമ്മൾ ഡിസ്ക് കാന്തം എന്ന് പറയും. അപ്പം ഇത്രകൾ മനസ്സിലായല്ലോ. അപ്പോൾ ഡിസ്ക് കാന്തം എന്ന് പറയും. അപ്പോൾ ടൈപ്സ് ഓഫ് അല്ലേ, നമ്മൾ കാന്തത്തിന് മാഗ്നറ്റിൻ്റെ ടൈപ്പ് ഏതൊക്കെ പറയും? ബാറുണ്ട്, കാന്തസൂചിയുണ്ട്, U കാന്തമുണ്ട്, റിങ് കാന്തമുണ്ട്, ഡിസ്ക് കാന്തമുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ചോദിക്കാൻ സാധ്യതയാണ്. നോക്കി,
കാന്തം ദിശാസൂചക സ്വഭാവം പ്രകടിപ്പിക്കും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ സ്വതന്ത്രമായി ചലിക്കുന്ന ബാർ കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. അപ്പം നമ്മളൊരു നൂലിലൊരു കാന്തത്തെ കെട്ടിത്തൂക്കിയിട്ടാൽ എന്ത് സംഭവിക്കും? അത് തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ വടക്ക് തിരിച്ചൊക്കെ ചോദിക്കും, നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അപ്പം എന്താണ്? എപ്പോഴും ഏത് ദിശയിൽ നിൽക്കുള്ളൂ? തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അഗ്രം കാന്തത്തിൻ്റെ ഉത്തര ധ്രുവമായിരിക്കും. രണ്ടാമത്തെ അഗ്രം ഏതായിരിക്കും? ദക്ഷിണ ധ്രുവമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. കാന്തം ദിശാസ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പം സ്വതന്ത്രമായി നമ്മളിങ്ങനെ തൂക്കിയിട്ടാലൊരു ബാർക്കാന്തം എപ്പോഴും എന്ത് ചെയ്യും? തെക്ക് വടക്ക് ദിശയിലാണ് എന്ത് ചെയ്യുന്നത്? അത് അതിൻ്റെ ദിശ തെക്ക് വടക്ക് ദിശയിലായിരിക്കും. ഇനി അത് ഭൂമിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ പറയും ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കാന്തത്തിൻ്റെ ഉത്തര ധ്രുവവും അല്ലേ, നോർത്ത് പോളായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ അഗ്രം അതായത് ഏതാണ്? തെക്ക് ദിശ അല്ലേ, തെക്ക് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഏതാണ്? ദക്ഷിണ ധ്രുവം, അതായെങ്കിൽ സൗത്ത് ആയിരിക്കും. ഈ ഒരു കാര്യം എന്ത് ചെയ്യണമോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിയോ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. മാഗ്ലൈവ് ട്രെയിന്, പിന്നെ അതിൻ്റെ പേരെന്താണ്? അല്ലെങ്കിൽ എന്ത് പറയും? മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻ എന്ന് പറയുമെന്ന് പറഞ്ഞു. ഇനി എന്താ പറയുക? പ്രവർത്തന തത്വം എന്താ? ട്രെയിനിൻ്റെ അടിവശത്തുള്ള വൈദ്യുത കാന്തങ്ങളുടെ കാന്തിക പ്രഭാവവും പാളങ്ങളിലെ ക്രമീകരണങ്ങൾ മൂലമുണ്ടാകുന്ന കാന്തിക പ്രഭാവവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ മൂലം ട്രെയിൻ പാളങ്ങൾക്കിടയിൽ തൊടാതെ അവ അല്പം എന്ത് ചെയ്യും? ഉയർന്ന് മുമ്പോട്ട് നീങ്ങുന്നു. ഇതാണ് അതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുക അല്ലേ? ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ് എന്ത് പറഞ്ഞാൽ? ശബ്ദമലിനീകരണം ഇല്ല അല്ലേ, ഊർജ്ജനഷ്ടം കുറയ്ക്കാം അല്ലേ, ഇതൊക്കെയാണ് അതിൻ്റെ അല്ലേ. അതുപോലെ ഘർഷണം എന്ത് ചെയ്യും? കുറയും അല്ലേ. ഇതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അടുത്തപ്പെട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, കാന്തിക കോമ്പസ് എന്ന സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതായത് കാന്തത്തിൻ്റെ ദിശാസ്വഭാവം പ്രയോജനപ്പെടുത്തുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണെന്ത്? കാന്തിക കോമ്പസ് എന്ന് പറയുക. ഓക്കെ, അപ്പം നോക്കിയേ, അലുമിനിയത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ കേസിനകത്ത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന വിധം ക്രമീകരിച്ച കാന്തസൂചിയാണ് കോമ്പസ് എന്ന് പറയുക. അപ്പം നിരപ്പായ പ്രതലത്തിൽ വെച്ചാൽ അതിലെ കാന്തസൂചി വേഗത്തിൽ നിശ്ചലമാകുകയും തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ദിശകൾ അറിയാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്വം മനസ്സിലായല്ലോ. കാന്തത്തിൻ്റെ ദിശാസ്വഭാവം അല്ല, ദിശ കാണിക്കുന്ന സ്വഭാവമുണ്ട്. ആ സ്വഭാവം പ്രയോജനപ്പെടുത്തിയ ഉപകരണമാണെന്ന് പറയുക കാന്തിക കോമ്പസ് എന്ന് പറയും. അടുത്തൊരു ഹെഡിങ് ഉണ്ട്, ഭൂമി ഒരു കാന്തം എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളത് മൊത്തത്തോടൊന്നും പഠിക്കേണ്ട, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. നോക്കി, അതായത് ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞരാണ് വില്യം ഗിൽബർട്ടാണ്. വില്യം ഗിൽബർട്ട്. ഇതൊന്ന് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. വില്യം ഗിൽബർട്ട്. ആ പേരെന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻ്റൊക്കെ ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. ഈ ഒരു ബോക്സ് അല്ല, ഈ ഒരു ചിത്രം നോക്കിയാൽ മതി. ഈ ചിത്രത്തിൽ നോക്കിയാൽ മതി, കൂടുതൽ വായിക്കൊന്നും വേണ്ട. അപ്പോൾ അത് ആദ്യം എന്ത് ചെയ്തു? ഒരു കാന്തം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കാന്തം നമ്മൾ എന്ത് ചെയ്യും? ഒരു കാന്തത്തിൽ ഇരുമ്പ് കമ്പി ഉരച്ചാൽ അതിൽ കാന്തിക സ്വഭാവം വരും, എന്തായിക്കോട്ടെ. അപ്പോൾ ഒരു കാന്തം എടുക്കുകയോ അല്ലെങ്കിൽ കാന്തം അല്ലേ, കാന്തിക സ്വഭാവമുള്ള ഒരു വസ്തു എന്ത് ചെയ്യുക? ഒരു പീസ് ആദ്യം എടുത്തു അല്ലേ. ഇവിടെ നോർത്തും ഉണ്ട്, ഇവിടെ സൗത്തും ഉണ്ട്. അപ്പം ഇതിന് 2 പോളേ ഉള്ളൂ. ആദ്യത്തെ പോളിൽ നോർത്തുണ്ട്, രണ്ടാമത്തെ പോളിൽ സൗത്ത് ഉണ്ട് അല്ലേ. ഈ കാന്തം നമ്മൾ 2ആയിട്ട് ഒടിച്ചു എന്ന് വിചാരിക്കുക. കമ്പിയോ ഇതെന്ത് 2ആയിട്ട് ഒടിച്ചെന്ന് വിചാരിക്കുക. ഒടിച്ചിക്കുമ്പോൾ സംഭവിക്കും, ആദ്യം ഇതിന് 2 പോളോ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പം ഈ സമയത്ത് ഈ ഒടിച്ച ശേഷം സംഭവിക്കും, ഇവിടെ നോർത്താകും, വീണ്ടും ഇവിടെ സൗത്താവും, ഈ സൈഡ് നോർത്താവും, ഇവിടെ സൗത്താവും. ഓക്കെ, അപ്പം ഈ പീസ് വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ 3ആയിട്ടോ 4ആയിട്ടോ ഒടിച്ചാൽ വീണ്ടും ഇതെന്ത് ചെയ്യും? ഇങ്ങനെ സന്ധി ചെയ്യും. നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത് നോർത്ത് സൗത്ത്, ഈ രീതിയിൽ എന്ത് ചെയ്യും? 2 പോളുകളായിട്ട് കാണിക്കും. അപ്പം ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇന്നേ വരെ ഒരു പോള് മാത്രമുള്ള കാന്തം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഒറ്റ ധ്രുവം മാത്രമുള്ള കാന്തം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ടോപ്പിക് കൊടുത്താണ് കാന്തിക പ്രേരണം എന്ന് പറയാം. എന്ത് കാന്തിക പ്രേരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ചിത്രം നോക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് നോക്കാം. കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം എന്ന് പറയുക അല്ലേ. അപ്പോൾ ഒരു കാന്തത്തിൻ്റെ സാന്നിധ്യം മൂലം ഒരു കാന്തിക വസ്തു എന്ന് പറയുന്നത് കാന്തം ആകർഷിക്കുന്ന വസ്തു എന്ന് പറഞ്ഞ പേരാണിത് കാന്തിക വസ്തു എന്ന് പറയുക. അപ്പം ഈ കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം എന്ന് പറയുക. കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തികശക്തിയെ പ്രേരക കാന്തശക്തി എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ നോക്കി, ഈ 2 പിക്ചർ നോക്കിയാൽ മതി അല്ലേ. ആദ്യം എന്ത് ചെയ്തു? ഒരു കാന്തത്തിൽ സൂചി അല്ലേ, ആണികളിങ്ങനെ തൂക്കി മുട്ടി എന്ത് ചെയ്യുക? അപ്പം താഴത്തെ ആണികളിലേക്ക് എന്ത് ചെയ്യുന്നു? കാന്തത്തിൻ്റെ ആ കാന്തിക ശക്തി വന്നു ചേർന്നു. രണ്ടാമത് നോക്കി പിക്ചറിൽ എന്താണ്? ഈ കാന്തത്തിൽ നിന്ന് ഈ ആണി വേർപ്പെടുത്തിയാലും ഈ ഇരുമ്പേൽ എന്ത് ചെയ്യും? ആദ്യത്തെ ആണിയിൽ രണ്ടാമത്തെ ആണി തൂങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ 2 ചിത്രം കൊണ്ട് മനസ്സിലാകുന്നത് എന്താണ് കാന്തിക പ്രേരണം എന്ന് മനസ്സിലായില്ലേ. ഒരു കാന്തത്തിൽ അല്ലേ, അതിൻ്റെ കാന്തിക ശക്തി മൂലം മറ്റൊരു വസ്തു എന്ത് ചെയ്യും? കാന്തിക ശക്തി ലഭിക്കുന്നതിന് പറഞ്ഞ പേരാണ് കാന്തിക പ്രേരണം എന്ന് പറയും. ഓക്കെ, ആ പ്രതിഭാസത്തിന് പറഞ്ഞ പേരാണ് കാന്തിക പ്രേരണം.
ഇതിന് ശേഷവും അല്ലേ നമ്മളെന്ത് ചെയ്യുക, ഈ കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിയെ പറയുന്ന പേരാണ് പ്രേരിത കാന്തശക്തി എന്ന് പറയും. അപ്പോൾ ഇതേതാണ്, അപ്പോൾ ഇത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് കാന്തിക പ്രേരണത്തിന് എക്സാമ്പിളാണ്. ഈ രണ്ടാമത്തെ പിക്ചറോ പ്രേരിത കാന്തശക്തിക്ക് എക്സാമ്പിളാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഒരു ചെറിയ ബോക്സ് കൂടി ഉണ്ടല്ലേ. ആ ബോക്സ് കൊടുത്ത 2 വാക്കുകളുണ്ട്. എന്താണ്? വശകതയും അതേപോലെ റിറ്റൻറ്റിവിറ്റിയും. വശകതയും റിറ്റൻറ്റിവിറ്റിയും, ഇങ്ങനെ 2 ടോപ്പിക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം എന്താണ് വശകത, എന്താണ് റിറ്റൻറ്റിവിറ്റി. നോക്കി, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള വസ്തുക്കളുടെ കഴിവിന് പറഞ്ഞ പേരാണ് വശകത എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പിക്ചർ തൊട്ട് മുകളിൽ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു കാന്തത്തിൽ ഇരുമ്പ് കൊണ്ട് മുട്ടിക്കുമ്പോൾ കാന്തത്തിലെ ആ ഇരുമ്പിലേക്ക് എന്ത് ചെയ്തു, കാന്തിക അല്ലെ സ്വഭാവം വന്ന് ചേർന്നു അല്ലേ. അപ്പോൾ ഈ വസ്തുക്കൾക്ക് എന്ത് ചെയ്യും, വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും കാന്തിക ശക്തി വന്ന് കയറാനുള്ള അതെന്തായിരിക്കും, വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പം കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിന് പറഞ്ഞ പേരാണ് വശകത എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പം ഇനി അടുത്ത് നോക്കിയേ, ഇങ്ങനെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവിന് പറഞ്ഞ പേരാണ് റിറ്റൻറ്റിവിറ്റി. അപ്പം നമ്മൾ ആ ഇരുമ്പാണി ആ ആദ്യത്തെ കാന്തത്തിൽ വിടിയിച്ചതിന് ശേഷവും അതിൽ കാന്തിക ശക്തി നിലനിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രതിഭാസനം പറഞ്ഞ പേരാണെന്ത്, റിറ്റൻറ്റിവിറ്റി. അപ്പം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവിനെ എന്ത് പറയും, വശകത എന്ന് പറയും. ആ കഴിവ് നിലനിർത്താനുള്ള കഴിവിന് പറഞ്ഞ പേരാണെന്ത്, റിറ്റൻറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ ആണല്ലോ. നമ്മൾ സ്ക്രൂ ഡ്രൈവറൊക്കെ അല്ലേ, കാന്തത്തിൽ ഉറച്ചിട്ട് എന്ത് ചെയ്യും, സ്ക്രൂവിൽ ഇങ്ങനെ തൊട്ടാൽ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ളിടത്ത് എന്ത് ചെയ്യുക, ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഓരോ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം അല്ലേ. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് റിറ്റൻറ്റിവിറ്റി. അപ്പം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവ് വശകതയും അത് നിലനിർത്താനുള്ള കഴിവിനെ റിറ്റൻറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെയുള്ളത് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, പച്ചിരുമ്പ് അതേപോലെ ഉരുക്ക് 2 വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിറ്റൻറ്റിവിറ്റി വശകത ഇത് കൂടുതൽ ഏതാണ് കുറവ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ഉരുക്കിൻ്റെ പ്രത്യേകത നമുക്ക് ആദ്യം നോക്കാം. ഉരുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉരുക്കിൻ്റെ പ്രത്യേകത എന്താ, റിറ്റൻറ്റിവിറ്റി കൂടിയതും വശകത കുറഞ്ഞതുമായ. അപ്പം വസ്തുക്കൾ പറഞ്ഞ പേരാണിത് ഉരുക്ക് അല്ലേ. അപ്പോൾ ഉരുക്കിൻ്റെ പ്രത്യേകത എന്താ, റിറ്റൻറ്റിവിറ്റി എന്താണ്, കൂടുതലാണ് അല്ലേ. കാന്തിക സ്വഭാവം വന്നു ചേർന്നാൽ എന്താണ്, അത് കുറേ നേരം അതിലുണ്ടാവും. അപ്പം ഉരുക്കിൻ്റെ പ്രത്യേകത വശകത കുറഞ്ഞതാണ്, റിറ്റൻറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, എന്നാൽ പച്ചിരുമ്പിൻ്റെ സ്വഭാവം എന്താണ്, പച്ചിരുമ്പിൻ്റെ സ്വഭാവം റിറ്റൻറ്റിവിറ്റി കുറഞ്ഞാണ്, വശകത കൂടുതലാണ്. ഓക്കെ, അപ്പം ആ കിട്ടിയ കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവ് പച്ചിരുമ്പിന് കുറവാണ്, ഉരുക്കിന് കൂടുതലാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ ഒരെണ്ണമാണ്. അതായത് നോക്കി, ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. അൽനിക്കോ എന്ന് പറയും. അൽനിക്കോ അതായത് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാണ്, അൽനിക്കോയാണ്. അൽനിക്കോ. അപ്പം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പേരും അങ്ങോട്ടും മാറ്റി കൊടുക്കും അല്ലേ. അൽനിക്കോയിൽ എന്ന ലോഹസങ്കരത്തിലുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി, അലുമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കോബാൾട്ടുണ്ട്, ഇരുമ്പുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അൽനിക്കോ. അപ്പോൾ അൽനിക്കോയുടെ പ്രത്യേകത എന്താണ്, കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിൻ്റെ പേരാണ് അൽനിക്കോ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വൈദ്യുത കാന്തം എന്നൊരു ഭാഗം നോക്കാം. ഈ ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്കാണ്. അതായത് എങ്ങനെയാണ് വൈദ്യുതകാന്തം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ വൈദ്യുതകാന്തം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കി, പച്ചിരുമ്പിൽ ചുറ്റിയ കവചിത ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിട്ട് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ പച്ചിരുമ്പ് അല്ലേ, രാണി അല്ലേ, പച്ചിരുമ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കവചിതം കവറിങ് ചെയ്തല്ലേ. പിന്നെ നമ്മൾ അറിയാലോ, നമ്മൾ ഈ മോട്ടറൊക്കെ വൈൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ കവചിതമായിട്ട് ചെമ്പ് കമ്പി അല്ലേ. അങ്ങനെ പച്ചിരുമ്പിൻ്റെ മുകളിൽ കവചിത ചെമ്പ് കമ്പി ചുറ്റി അല്ലേ, അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈദ്യുത കാന്തങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത് അല്ലേ. അങ്ങനെ നിർമ്മിക്കുന്ന വൈദ്യുത കാന്തങ്ങളുടെ ശക്തി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു പറയുന്നത്, കമ്പിച്ചിരുകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നു, വൈദ്യുതിയുടെ അളവിനെ ആശ്രയിക്കുന്നു, അതേപോലെ കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം എന്നിവ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം ഈ 3 കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്തൊക്കെയാണ്, കമ്പിച്ചുരുളുടെ എണ്ണം, വൈദ്യുതിയുടെ അളവ്, അതേപോലെ കമ്പിച്ചുരുളിനകത്തുള്ള പച്ചിരുമ്പിൻ്റെ ഛേദതല വിസ്തീർണം എന്നിവ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ കമ്പിയുടെ വലിപ്പം അല്ലേ, അത് ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വൈദ്യുതകാന്തത്തിൻ്റെ കാന്തിക ആ പവറിനെ എന്ത് ചെയ്യുന്നത്, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും 1 മാർക്ക് എന്തായാലും എന്ത് ചെയ്യും, അതിൽ ആ അൽനിക്കോ എന്ന കാര്യങ്ങൾ, അതേപോലെ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ പെർമിയബിലിറ്റി, അതേപോലെ വശകത, റിറ്റൻറ്റിവിറ്റി, ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും 1 മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.